സാധാരണ ഓറഞ്ചിൽ നിന്നും വ്യത്യസ്തമായൊരു ഓറഞ്ച് ഇതാ ഈ കാണുന്നത്. ഇതിൻ്റെ പേരും വ്യത്യസ്തമാണ്, മാൾട്ട ഓറഞ്ച്. എൻ്റെ കൈ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 49 രൂപയാണ്. കിലോയ്ക്ക് 49 രൂപയെ ഈ ഒരു ഓറഞ്ചിന് വിലയുള്ളൂ. അതായത് ഇപ്പോഴത്തെ സീസൺ അനുസരിച്ച് സാധാ ഓറഞ്ചിൻ്റെ ആ ഒരു റേറ്റൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം സിമിലറാണ്. ഇതിൻ്റെ പേര് കേട്ടിട്ടാണ് ഞാൻ വാങ്ങിയത്. ഇതിൻ്റെ പേര് മാൾട്ട ഓറഞ്ച് എന്നാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് യൂറോപ്പിൽ നിന്നാണ് വരുന്നതെന്ന്. യൂറോപ്യൻ കൺട്രിയാണല്ലോ മാൾട്ട. പിന്നെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് യൂറോപ്യൻ കൺട്രിയിൽ നിന്ന് വരുന്നതല്ല, ഇത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ളതാണ്. ഉത്തരാഖണ്ഡിൽ നിന്ന് വരുന്നതാണ് ഈ ഒരു മാൾട്ട ഓറഞ്ച്. ഉത്തരാഖണ്ഡിലാണ് കൂടുതലായിട്ടും ഇത് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഇതിന് അങ്ങനെ ഫാൻ ബേസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഗൂഗിൾ പറയുന്നത്. ഇതൊക്കെ മാർക്കറ്റ് ചെയ്യാൻ ഉത്തരാഖണ്ഡിലെ ഫാമേഴ്സ് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നു എന്നൊക്കെയാണ് ഗൂഗിളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും ഇതിൻ്റെ പേര് ഓറഞ്ച് എന്നാണല്ലോ, അതുകൊണ്ട് തന്നെ ഇത് ഓറഞ്ച് പോലെ പൊളിക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഇതിൻ്റെ തൊലി ഓറഞ്ച് പോലെ പൊളിക്കാൻ പറ്റുമെന്ന് ഫസ്റ്റ് നമുക്കൊന്ന് നോക്കാം. മാൾട്ട ഓറഞ്ചിൻ്റെ ടോപ്പ് പോർഷൻ ഫിംഗർ കൊണ്ട് പിയേഴ്സ് ചെയ്യാൻ നോക്കിയപ്പോൾ പറ്റുന്നില്ല. പിന്നെ ബോട്ടം പോർഷൻ ട്രൈ ചെയ്തു, അത് പറ്റുന്നുണ്ട്. തൊലി പൊളിക്കാൻ ഓറഞ്ചിൻ്റെ പോലെ അത്ര എളുപ്പമൊന്നുമല്ല. പേരിൽ മാത്രമേ ഓറഞ്ച് ഉള്ളൂ, സ്വഭാവത്തിൽ മുസംബിയുടെ അനുജനായി വരും. തൊണ്ടിന് അത്യാവശ്യം കട്ടിയുണ്ട്, എന്നാൽ മുസംബിയുടെ അത്രയില്ല. സംവെയർ ഇൻ ദ മിഡിൽ ബിറ്റ്വീൻ ഓറഞ്ച് ആൻഡ് മുസംബി അങ്ങനെ പറയാം. ലുക്കിൽ ഓറഞ്ചുമായി ചെറിയ സാമ്യമുണ്ട്, മുസംബിയുമായി കുറച്ചുകൂടെ അധികം സാമ്യമുണ്ട്. കളറിൽ സാമ്യം മുസംബിയുമായാണ്. ഒരു യെല്ലോ ഷെയ്ഡാണ്, അതായത് അല്ലികളുടെ കളർ യെല്ലോ ഷെയ്ഡാണ്. അല്ലികൾ ഓറഞ്ചിൻ്റെ പോലെയാണ്, അടർത്തിയെടുക്കാൻ എളുപ്പമാണ്. ഓരോ അല്ലിയും അടർത്തിയെടുക്കാൻ സാധിക്കും. അതുപോലെ അല്ലികളുടെ ഔട്ടർ കവറിങ്ങിന് കൂടുതലും സാമ്യം ഓറഞ്ചുമായാണ്. മുസംബിയുടെ അല്ലികളുടെ സ്കിൻ വളരെ തിക്കാണ്. മാൾട്ട ഓറഞ്ചിൻ്റെ അല്ലികളുടെ സ്കിൻ അത്രയ്ക്ക് തിക്കല്ല. മുസംബിയുടെ അല്ലികൾ തിക്കായതുകൊണ്ട് തന്നെ ഇങ്ങനെ അടർത്തിയെടുക്കാൻ പാടാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ഓറഞ്ചുമായാണ് സാമ്യം. ഉപ്പും മുളകും സ്പ്രിങ്കിൾ ചെയ്ത് കഴിക്കാനായി റൗണ്ടിൽ കട്ട് ചെയ്യാൻ നോക്കിയതാണ്, ശരിയായില്ല. പിന്നെ ഷേപ്പൊന്നും അങ്ങനെ ബോദർ ചെയ്യാതെ തോന്നിയ പോലെ അങ്ങ് കട്ട് ചെയ്തു. ഇതൊക്കെ കത്തിക്ക് മൂർച്ചയില്ലാത്തതുകൊണ്ട് പറ്റിയതാ. കത്തിക്ക് മൂർച്ച ഉണ്ടായിരുന്നെങ്കിൽ ഷേപ്പിലൊക്കെ കട്ട് ചെയ്യാൻ പറ്റിയേനെ. എന്തായാലും ടേസ്റ്റ് ചെയ്യാൻ ഷേപ്പിൽ പെർഫെക്ഷൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, ഞാൻ തന്നെയല്ലേ കഴിക്കാൻ പോകുന്നത്. ഇനി ടേസ്റ്റ് ടെസ്റ്റ് നടത്താം. ടേസ്റ്റ് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ മുസംബിയൊക്കെ ആയിട്ട് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. മുസംബിയുടെ അത്രയ്ക്ക് ആ ഒരു ഫ്ലേവർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. മുസംബിയെക്കാളും ഇച്ചിരി കൂടെ മൈൽഡ് ഫ്ലേവറാണ്. പക്ഷേ മുസംബിയുടെ ഫ്ലേവറുമായിട്ടാണ് ഇതിന് കൂടുതലും സിമിലാരിറ്റി. പേര് ഓറഞ്ച് എന്നാണെങ്കിലും മുസംബി ആയിട്ടാണ് സിമിലാരിറ്റി. മുസംബിക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇത് ഉപയോഗിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് അത്യാവശ്യം നല്ല വാട്ടർ കണ്ടൻറ്റും ഉണ്ട്. ജ്യൂസൊക്കെ അടിക്കാൻ ഇത് അടിപൊളിയായിരിക്കും, അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ മുസംബിയുടെ അല്ലിയുടെ കവറിങ് ഇല്ലേ, ആ ഒരു തോല്, ആ തോല് അത്യാവശ്യം കയ്പുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ തോലിനും അത്യാവശ്യം കയ്പുണ്ട്. പക്ഷേ മുസംബിയുടെ തോലിൻ്റെ അത്രയ്ക്ക് കയ്പില്ല. മുസംബീൻ്റെ തോല് ചവച്ചരച്ച് തിന്നുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലി കവർ ചെയ്യുന്ന ഒരു തോല്. പക്ഷേ ഇത് വേണമെങ്കിൽ ചവച്ചരച്ച് തിന്നാം, പക്ഷേ അറ്റ് എ കോസ്റ്റ്, ചെറിയൊരു കയ്പുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ കഴിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. ഉപ്പും മുളകും ടോപ്പിൽ സ്പ്രിങ്കിൾ ചെയ്തോടെ ഒന്ന് ടേസ്റ്റ് റിവ്യൂ ചെയ്യാം. ഉപ്പും മുളകും കൂടെ വന്നപ്പോൾ മാൾട്ട ഓറഞ്ചിൻ്റെ ആ ഒരു ഫ്ലേവർ കുറച്ചുകൂടെ എലവേറ്റ് ആയി എന്നാണ് എനിക്ക് തോന്നിയത്. മുസംബീൻ്റെ ഫ്ലേവർ, ചെറിയ മധുരം, പിന്നെ ഉപ്പ്, എരിവ് എല്ലാം കൂടെ ആയപ്പോൾ നല്ല അടിപൊളി ഫ്ലേവർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം മുസംബിക്ക് ഏകദേശം ഒരു നല്ല സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇത് ഉപയോഗിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. മുസംബീൻ്റെ അത്രയ്ക്ക് പഞ്ചൻ്റ് ആയിട്ടുള്ള ആ ഒരു ഫ്ലേവറില്ല, കുറച്ച് മൈൽഡ് ഫ്ലേവറാണ്. പക്ഷേ മുസംബീൻ്റെ ഫ്ലേവർ തന്നെയാണ്. എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു.